ഈ ഒരു കുറഞ്ഞ കാല പ്രവാസത്തെ കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആർക്കാണോ മനസ്സുണ്ടാകുന്നത്, ആരാണോ അതിന് സമ്മതം മൂളി ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി, അവനോടുകൂടെ കർത്താവായ യേശു പിറവിയെടുക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ആ ഒരു കൂടാരത്തിൽ വന്ന് വസിക്കുകയും ചെയ്യുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അപ്രകാരം വചനത്തിന്റെ ആ ഒരു വാസസ്ഥലമായി തീരുവാൻ ആ പിറവിയെടുക്കുന്ന തിരുക്കുമാരനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു മൺകൂടാരമാകുന്ന ശരീരത്തെ ദൈവഹിത പ്രകാരം വിട്ടുകൊടുക്കുവാൻ നമുക്ക് ഓരോ നിമിഷവും ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഹെറോദോസ് ഇസ്രായേലിന്റെ രാജാവായിരുന്ന കാലത്താണ് ഉണ്ണിയേശു പിറന്നത്. യൂദയായിലെ ബെത്ലഹേമില് ഒരു പുൽക്കൂട്ടില് ആ കാലഘട്ടത്തിൽ പിറന്നപ്പോൾ അന്ന് നാട് ഭരിച്ചിരുന്ന ഹെറോദോസ് രാജാവ്, ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ രാജാവിന് പോലും അത് അറിയുവാൻ സാധിച്ചില്ല. തന്റെ രാജ്യത്തിന് ഒരു രക്ഷകൻ, ലോകരക്ഷകനായ ഉണ്ണിയേശു നിസ്സാരമായ ഒരു പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്നു എന്ന് ആ രാജ്യം ഭരിച്ചിരുന്ന ഹെറോദോസ് രാജാവിന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ പോയത്? ദൈവമായ കർത്താവിന്റെ തിരുഹിതം അവന്റെ ഹൃദയത്തിലേക്ക് വന്നു ഉദിച്ചിരുന്നില്ല. അത് അറിയുവാനായിട്ട് സാധിച്ചത് പൗരസ്ത്യ ദേശത്തുള്ള ജ്ഞാനികൾക്കായിരുന്നു. അത് അവരുടെ ഒരു ജ്ഞാനം കൊണ്ട് അവർക്ക് മനസ്സിലായ കാര്യമല്ല. ദൈവം അവരെ ആത്മാവിനെ അയച്ച് അവരുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് ഈ ലോകത്തിന്റെ രക്ഷകൻ യൂദയായിലെ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നിരിക്കുന്നു എന്ന ജ്ഞാനികൾക്ക് അറിവ് കൊടുക്കുകയായിരുന്നു.